നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ മാങ്ങയിട്ട മത്തിക്കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ മാങ്ങയിട്ട മത്തിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ മാങ്ങയിട്ട നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച മത്തിക്കറി റെഡിയാക്കാനായിട്ട് നമ്മുടെ മൺചട്ടി റെഡിയാണ്. നമുക്ക് മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി ടപ്പോ ടിപ്പോ പൊട്ടി വരണം. നമ്മുടെ കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉലുവ 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് പൊട്ടാതെ നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ ചെറുപറാന്ന് ചെറുതായിട്ടായിരിക്കും നമ്മുടെ ഇഞ്ചി 50 ഗ്രാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ ചെറുപറാന്ന് അരിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 നാടൻ കറിവേപ്പിലയിൽ പറിച്ചെടുത്ത കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളൊരു 10 ചെറിയുള്ളി 4ആയി പൊളന്നെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ മത്തിക്കറി അതീവ ടേസ്റ്റി ആകാനായിട്ട് മുൻഗണനയിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചെറിയുള്ളി. ചെറിയുള്ളി എത്രത്തോളം നമ്മൾ കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം നമ്മുടെ മത്തിക്കറി അടിപൊളിയായിരിക്കും. നമ്മുടെ ചട്ടിയിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് നമ്മുടെ ചുവന്നുള്ളി ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം പച്ചവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ്. നമുക്കിനി നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ പൊടികൾ അച്ചറം പുച്ചറ ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ അച്ചറം പുച്ചറ ഇളക്കിക്കൊണ്ടിരുന്ന നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളകരപ്പിലോട്ട് 1/2 മുറി തേങ്ങ ഞെക്കി പിഴിഞ്ഞെടുത്ത 2ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് കുത്തി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അരപ്പെല്ലാം നന്നായി ഒന്ന് മിക്സായി വരണം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് നന്നായി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാവേന്ന് കല്ലിനെറിഞ്ഞിട്ട ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിയിലോട്ട് നമ്മുടെ നാടൻ മത്തി, നല്ല പടക്കണ മത്തി നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഓരോന്നായി ചാടിച്ചു കൊടുക്കാം. നമ്മുടെ മത്തിയും കറിയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നാടൻ കറിവേപ്പില നമ്മുടെ കൈക്കൊന്ന് ചെറുതായി ഒന്ന് തിരുമി നമ്മുടെ കറിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഏകദേശം ഒരു 8 മിനിറ്റോളം നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 8 മിനിറ്റോളം നമ്മുടെ മത്തിക്കറി ചട്ടിയിൽ കിടന്ന് നല്ല തിളച്ച് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മത്തി പൊടിയാതെ നോക്കണം. ഇനി നമുക്കൊരു 3 മിനിറ്റോളം നമുക്ക് മൂടി തുറന്ന് വെച്ചൊന്ന് നന്നായി വറ്റിച്ചെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3-4 മിനിറ്റോളം നമ്മുടെ മത്തിക്കറി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 മുറി തേങ്ങയുടെ 1ാം പാൽ ഏകദേശം 50 മില്ലി പാലുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് നമ്മുടെ ചട്ടി
ചുറ്റിച്ചെടുക്കാം. നമ്മുടെ ചട്ടിയിൽ തവിയിട്ട് ഇളക്കി മറിക്കരുത്, നമ്മുടെ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നമ്മുടെ ഇനി മത്തിക്കറി ഒരു ചെറിയ തിള വരുന്നിടം വരെ നമുക്ക് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മത്തിക്കറിയിലോട്ട് ചെറിയ തിള വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലേവറിനാണ്. ഇനി നമ്മുടെ മത്തിക്കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി നമ്മുടെ ചട്ടി ഒന്നും കൂടെ അങ്ങ് എടുത്ത് നന്നായി നമുക്ക് ചുറ്റിച്ചങ്ങ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയിട്ട മത്തിക്കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മാങ്ങയിട്ട മത്തിക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.